അസ്സലാമലൈക്കും. നമ്മളപ്പോൾ ആയ നമ്പർ 7 കഴിഞ്ഞു. ഓക്കെ, ഖുറൈഷിലെ കുറെ പഠിച്ചവനെ കളിയാക്കുന്നതും പ്രൊഫസർ ലാസിനെ കളിയാക്കുന്നതും ഖുറാനെ കളിയാക്കുന്നവരെ കുറിച്ചിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോ ഇനി ആയ നമ്പർ 8 പഠിച്ചവനെ വിശ്വസിക്കുന്നവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇന്നല്ലദീന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീന ആമനു ഇൻഡീഡ് ദോസ് അല്ലദീന ദോസ് ഹു ബിലീവ്. ആമനു എന്ന് പറഞ്ഞാൽ ബിലീവ്. അപ്പൊ വിശ്വസിക്കുന്നവര്. ഓക്കെ, വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 100% വിശ്വാസമായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യുള്ളൂ എന്ന് പറയാൻ ദാറ്റ് ഇസ് ഇമ്പോസിബിൾ ഇൻ ദിസ് വേൾഡ്. ഓക്കെ, ബിലീഫ് എന്ന് പറഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് കുറച്ച് വിവരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ എനിക്ക് കൺവിൻസ്ഡ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വാവ്, ദിസ് ഇസ് അമേസിങ്. ഇതിൽ പഠിച്ചോൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണല്ലോ നടക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ വിശ്വാസം കൂടും. പിന്നെ നമ്മൾ അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ വിശ്വാസം കൂടും. അപ്പൊ ഇത് സ്ലോലി ഇങ്ങനെ വളർന്ന് കൂടി വരികയാണ്. അല്ലാണ്ട് പെട്ടെന്ന് വൺ ഫൈൻ മോർണിംഗ് ഞാനൊരു വിശ്വാസി എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം ബിലീഫ് എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ വർക്ക് ചെയ്യണം നമ്മൾ. യുനോ, ഇറ്റ്സ് എക്സ്ട്രാ എഫേർട്ട്. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. പ്രവർത്തിച്ചപ്പോഴാണ് എനിക്കത് കൂടുതൽ എന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ജസ്റ്റ് ഇനഫ് നോളജ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ ഒരാളെ കല്യാണം കഴിക്കുകയാണ്. അപ്പൊ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ കാര്യം മാക്സിമം നമ്മൾ അന്വേഷിക്കും. അവരെ കുറിച്ചുള്ള മുഴുവൻ വിവരമൊന്നും നമുക്കറിയില്ല, അല്ലേ? അപ്പൊ ഒരുവിധമെല്ലാം അന്വേഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് പിന്നെ കാര്യങ്ങളിൽ വിശ്വാസങ്ങൾ വരുന്നതും നമ്മൾ കാര്യങ്ങൾ തുടങ്ങി ചിലപ്പോൾ കുളവും ചിലപ്പോൾ നന്നായിട്ട് പോകും, അല്ലെ? അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ ഈമാനുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാം അറിയാന്നല്ല, അവർക്ക് പഠിച്ചോണ്ടുള്ളൊരു ഫെയ്ത്ത് സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ടെന്നാണ് അവരുടെ അർത്ഥം. നമുക്ക് ലിമിറ്റ്സ് ഉണ്ട്, പഠിച്ചോണ്ട് ലിമിറ്റ്സ് ഒന്നുമില്ല. അണ്ടർസ്റ്റുഡ്? അപ്പോ ആമനു ദോസ് ഹു ബിലീവ് എന്ന് വെച്ചാൽ ആ ബിലീഫ് വന്നു, എന്നിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരും വഅമിലു സ്വാലിഹാത്ത്, അവര് അമൽ എന്ന് പറഞ്ഞാൽ വർക്ക് എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ബിലീഫ് വന്നു, എന്നിട്ട് അവര് നല്ല കാര്യങ്ങൾ, സ്വാലിഹാത്തായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഗുഡ് ആക്ഷൻസ്. ഓക്കെ, പഠിച്ചോൻ പറഞ്ഞ പോലെയുള്ള ആക്ഷൻസ് വെൻ ദേ ഡു ഇറ്റ് അവര് ബിലീവ് ചെയ്യണോ, എന്നിട്ട് അവര് ഡു ഗുഡ്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് എന്താണ്? ലഹും ജന്നാത്തുൻ നഈം, ഫോർ ദം ജന്നാത്തുൻ നഈം, നിഅമ, ബ്ലെസ്സിങ്. ഓക്കെ, ബറക്ക. ഓക്കെ, ജന്നാത്ത് എന്ന് പറഞ്ഞാൽ ഗാർഡൻസ്. അപ്പൊ അവർക്ക് ഫുൾ ഓഫ് ഗാർഡൻസ് വിത്ത് ബ്ലെസ്സിങ്സ് ആണ് പഠിച്ചൻ പ്രോമിസ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, ബ്യൂട്ടിഫുൾ അല്ലേ മാഷെ? എന്നിട്ട് അല്ലാഹ് ഈസ് സെയിങ്, ഓക്കെ, ആയ നമ്പർ 9 അല്ലാഹ് സേസ് ഖാലിദീന ഫീഹ. ഓക്കെ, ജന്നാത്തുൻ നഈമാണ്, ബ്ലെസ്ഡ് ഗാർഡൻസ് ആണ് കിട്ടുന്നത്. അതില് ഖാലിദീന ഫീഹ ഇൻ ഇറ്റ് ഖാലിദീന, ദേ ആർ ഗോയിങ് ടു stay there forever. Khalidina എന്ന് പറയുമ്പോൾ they are going to stay there forever. വഅദല്ലാഹി ഹഖ്. വഅദ് എന്ന് പറഞ്ഞാൽ പ്രോമിസ്, ഹഖ് എന്ന് പറഞ്ഞാൽ ട്രൂത്ത്. അപ്പൊ എന്താണ് പഠിച്ചവൻ പ്രോമിസ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ ദുനിയ ടെസ്റ്റാണ്, ആ ടെസ്റ്റ് നിങ്ങൾ പാസ്സായി എന്റെ അടുത്തേക്ക് വരുമ്പോൾ ഐ ഹാവ് പ്രോമിസ്ഡ് യു ജന്ന. ദാറ്റ് ഇസ് എ പ്രോമിസ് ഓഫ് അല്ലാഹ്. സോ this is a certain promise from Allah. Wa'adallahi. The promise of Allah is true. Okay? And that means you will stay forever in Jannah. Wa huwal azizul hakim. Hakim. He is again wise, wisdom. Aziz എന്ന് പറയുന്നത് ദല്ലയുടെ ഓപ്പോസിറ്റ് ആണ്. ദല്ല എന്ന് പറഞ്ഞാൽ ഹ്യൂമിലിയേഷൻ. അസീസ് എന്ന് പറഞ്ഞാൽ the majesty, almighty, the one who is on top. Okay? അപ്പൊ Allah is on top. And he is wise, almighty. Okay, he is majestic, understood, respected, honored, powerful, dominating everything. Okay, he is doing all this with high wisdom. അപ്പൊ പഠിച്ചവന്റെ മാർഗത്തിൽ പഠിച്ചവനെ വിശ്വസിക്കുന്നു, പഠിച്ചവൻ പറഞ്ഞ പോലെ വർക്ക് ചെയ്യണു, അങ്ങനെയുള്ളവർക്ക് gardens of bliss, and also they will be staying there forever. And Allah, if Allah has made a promise, it is going to be true. And He is the Aziz and He is the wise.